കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ വീഡിയോ പറഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് ഭാഗമായിട്ട് നമ്മൾ ടീഷർട്ട് വരെ റീഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ വീഡിയോ എപ്പോഴും കാണുന്ന ഒരാളാണ് ഈ ഒരു ഡിസൈൻ ഓർമ്മ ഉണ്ടാവും. അതായത് ഹഗ് ബ്ലോണ്ടിൻ്റെ ആണ്, നമ്മുടെ മീഡിയം ആണ് നമ്മുടെ സൈസ് വരുന്നത്. അപ്പോൾ ഈ ഹഗ് ബ്ലോണ്ട് ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെറ്ററിങ് ആണ് കേട്ടോ. നമ്മൾ കസ്റ്റം ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ലെറ്ററിങ് ആണ്. അപ്പോൾ ആ ലെറ്ററിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2-3 വേരിയേഷൻസ് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു വേരിയേഷനാണ് അവർ സെലക്ട് ചെയ്ത്. അത് സെലക്ട് ചെയ്ത് നമ്മൾ ഈ ടാബ് യൂസ് ചെയ്ത് നമ്മൾ ഓഫീസിലായിരുന്നു, നമുക്കപ്പോൾ പേഴ്സണലായിട്ട് ടാബ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഓഫീസിലത്തെ ടാബ് യൂസ് ചെയ്ത് വരച്ച് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ക്ലയൻറ്റിനെ അയച്ചു കൊടുത്ത് അങ്ങനെ അവർ അത് ഓക്കെ ആയി, അവർക്ക് സാറ്റിസ്ഫൈഡ് ആയി, അവർ പ്രിന്റ് ചെയ്ത് അങ്ങനെ നമുക്കൊരു 2-3 ഡെമോ അയച്ചു. നമുക്ക് കുറേ പ്രിന്റ് അയച്ചിട്ടുണ്ട്, നമ്മൾ പല ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, 2 ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് നമുക്ക് അയച്ചെന്ന് നമ്മൾ അതിന് വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് കണ്ടില്ലെങ്കിൽ പോയി കാണുക. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഫ്രണ്ടിൽ നമ്മുടെ ആ ഒരു ബ്രാൻഡിൻ്റെ ഒരു ടീഷർട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ നമ്മുടെ ആ ഒരു ലെറ്ററിങ് ചെയ്തിട്ട് ബാക്കിൽ ഒരു ഡിസൈൻ ചെയ്യാനാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഈ ഒരു ഹഗ് ബ്ലോണ്ടിൻ്റെ ഇതിനകത്ത് നമുക്ക് ബാക്കിൽ ഡിസൈൻ ഇല്ല, ഇതിൽ ഫ്രണ്ടിൽ മാത്രമേ ലെറ്ററിങ് അവർ വെച്ചിട്ടുള്ളൂ അവർ ആ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ബാക്കിൽ ഒരു പ്രിന്റ് കൂടി വേണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ കൂടുതൽ വരയ്ക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ബാക്ക് സൈഡ് ആണ് കൂടുതൽ കാണും, നമ്മൾ വാൾപെയിൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു സാധനം വേണം. അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ച സമയത്ത് നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ 2-3 ദിവസത്തെ വീഡിയോ കണ്ടപ്പോഴുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്യാരക്ടറിനെ ഫുൾ വേർഷൻ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടീഷർട്ടിന്റെ ബാക്ക് സൈഡിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടാണ് നമ്മളത് വരച്ചത്. പക്ഷേ ഞാൻ നിങ്ങളുടെ അവിടെ പറയാണ്ട് ഒരു സർപ്രൈസ് ആയത് വെച്ചായിരുന്നു. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് ആ ഒരു പെൻസിലറിന്റെ ആ ഒരു ലെറ്ററിങ് കൂടിയാണ്. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലയൻറ്റ് അവർക്ക് അയച്ചു കൊടുത്തിട്ട് നമുക്ക് അവരുടെ എന്ത് ചെയ്യാം, നമുക്ക് പ്രിന്റ് ചെയ്ത് നമ്മുടെ ടീഷർട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പെൻസിലർ എന്നുള്ള ആ ഒരു ലെറ്ററിങ് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ലെറ്ററിങ്, അതായത് നമ്മുടെ പെൻസിലർ എന്നുള്ള നമ്മൾ പേപ്പറിൽ ഔട്ട്ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഔട്ട്ലൈൻ നമ്മൾ നമ്മുടെ ടാബ് വെച്ച് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് എന്ത് കൊടുക്കണം, ഈ 2 വർക്കും കൂടി, ഈ 2 ഫയലും കൂടി ആയിട്ട് നമുക്ക് അയച്ചു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അവരുടെ നിന്ന് ആ ഒരു ഡിസൈൻ നമുക്ക് വാങ്ങിയിട്ട്. അപ്പോൾ 2-3 ദിവസം എടുത്തിട്ടാണ് നമുക്ക് ആ പ്രിന്റ് കിട്ടുക. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത് സോർട്ട് ഔട്ട് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കുന്നത് അതൊക്കെ കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ ഗൈസ്.